കേരളത്തിൽ ഇപ്പോൾ ഫാറ്റി ലിവറുള്ളവരുടെ എണ്ണം ഏതാണ്ട് 20% കവിഞ്ഞിരിക്കുകയാണ്. പ്രമേഹമുള്ളവരുടെ ഇടയിലാണെങ്കിൽ അത് 80% വരും. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ക്രമാതീതമായിട്ട് വർദ്ധിക്കണത്? എന്താണ് ഇതിനുള്ള പരിഹാരം? ഈ രണ്ട് വിഷയങ്ങളെ കുറിച്ചാണ് ചിന്തിക്കണത്. ഫാറ്റി ലിവറിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് അമിതമായ ശരീരഭാരമാണ്, ഓവറായിട്ടുള്ള ഈറ്റിംഗ് ആണ്. അതുപോലെ നമ്മളുടെ ആഹാരത്തിൽ വർദ്ധിച്ച തോതിലുള്ള കാർബോഹൈഡ്രേറ്റ് ആണ്, ധാന്യങ്ങളും കിഴങ്ങുകളും തുടങ്ങിയ സാധനങ്ങളാണ്. അതുപോലെ ആധുനികമായ ഭക്ഷണങ്ങൾ, ജങ്ക് ഫുഡ്, ഇപ്പോൾ നമ്മൾ ബേക്കറി ഭക്ഷണങ്ങൾ, ബേക്കറിയിലുള്ള 99% ഭക്ഷണവും നമ്മളുടെ ഫാറ്റി ലിവറിനെ ഊതി വീർപ്പിക്കുന്നതാണ്. അതുപോലെ പഞ്ചസാരയുടെ അമിതമായ ഉപഭോഗം, അമിതമായ നോൺ വെജിറ്റേറിയൻ ആഹാരങ്ങളുടെ ഉപഭോഗം, വ്യായാമത്തിന്റെ കുറവ്, അമിതമായിട്ടുള്ള സ്ട്രെസ്, ഇത്തരം പല കാര്യങ്ങളുണ്ട്. പ്രമേഹമുള്ളവരുടെ ബ്ലഡിലെ ഷുഗർ കൂടുതലായിരിക്കും, അതുപോലെ ഇൻസുലിനും കൂടുതലായിരിക്കും. ഇൻസുലിൻ എന്ന ഹോർമോണും ഷുഗർ എന്ന ന്യൂട്രിയനും കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരെ ഫാറ്റി ലിവറിലേക്ക് നയിക്കപ്പെടും. മറ്റൊരു വില്ലൻ നമ്മളുടെ ശരീരരക്ഷയ്ക്ക് വേണ്ടി കഴിക്കുന്ന പല മരുന്നുകൾ തന്നെയാണ്. ഈ കഴിക്കുന്ന പല മരുന്നുകളും ന്യൂട്രലൈസ് ചെയ്യേണ്ട, അതിനെ നിർവീര്യമാക്കേണ്ട ചുമതല ലിവറിനുള്ളതാണ്. ഈ അമിതഭാരവും ലിവറിന്റെ ആരോഗ്യക്ഷയത്തിന് കാരണമാകും. അത് ഫാറ്റി ലിവറിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഇനി എന്താണ് ഫാറ്റി ലിവറിന്റെ ലക്ഷണം എന്ന് നോക്കാം. സങ്കടകരമായ വസ്തുത, ഫാറ്റി ലിവറിന്റെ തുടക്കത്തിൽ ഒരു ലക്ഷണം ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ രോഗം വന്ന് ചിലപ്പോൾ 1, 2, 3 ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് പ്രത്യക്ഷമായ ലക്ഷണങ്ങൾ തുടങ്ങുന്നത്. അതുകൊണ്ട് പലരും വേണ്ട സമയത്ത് കൃത്യമായ ട്രീറ്റ്മെന്റ് കിട്ടാതെയാണ് രോഗത്തിലേക്ക് കൂപ്പുകുത്തി പോകുന്നത്. ശരീരത്തിൽ വരുന്ന അകാരണമായ തളർച്ച, അതുപോലെ വലത് ഭാഗത്ത് ഉദരത്തിന്റെ താഴെയുള്ള വേദന, അതുപോലെ കണ്ണിന്റെ ഈ ഭാഗത്തുള്ള കറുത്ത പാടുകള്, കരളിന്റെ ഭാഗത്തുള്ള ചെറിയ പുകച്ചില്, ഇങ്ങനെ ചില ലക്ഷണങ്ങളൊക്കെയാണ് സാമാന്യമായിട്ട് കാണുന്നത്. ഈ പല ലക്ഷണങ്ങളും രോഗബാധിതനായി കുറെ മുമ്പോട്ട് പോയതിനു ശേഷം മാത്രമേ പ്രകടമാവുകയുള്ളൂ. ലിവറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചെന്നിട്ട് ബ്ലഡ് പരിശോധിക്കുകയാണ്. പക്ഷെ ബ്ലഡ് പരിശോധിച്ചാൽ ഒന്നാമത്തോ രണ്ടാമത്തോ മൂന്നാമത്തെ സ്റ്റേജ് പോലും നമ്മൾ തിരിച്ചറിഞ്ഞോളുന്നില്ല. രണ്ടാമത് അൾട്രാസൗണ്ട് സ്കാനിനെയാണെന്ന് എല്ലാവരും ആശ്രയിക്കണത്. അതും ചിലപ്പോൾ 1, 2 സ്റ്റേജിൽ അറിഞ്ഞോളുന്നില്ല. ഒരു 5% ഫാറ്റ് വന്നിട്ട് ഡെപ്പോസിറ്റ് ആയപ്പോൾ നമ്മൾ അറിഞ്ഞോളുന്നില്ല. ഇതാണ് പലപ്പോഴും അപകടകരമായ അവസ്ഥയിലേക്ക് പോണത്. ഫാറ്റി ലിവർ വന്ന് 1, 2, 3 സ്റ്റേജൊക്കെ കഴിഞ്ഞ് ഒരു സിറോസിലേക്ക് എത്തിയതിനു ശേഷമാണ് പല ആളുകൾ പറയണത്, എത്ര പണം ഉണ്ടായാലും എത്ര നല്ല ട്രീറ്റ്മെന്റ് സൗകര്യം ഉണ്ടെങ്കിൽ പോലും ലിവറിനെ പിന്നെ വീണ്ടെടുക്കാൻ സാധിച്ചോളുന്നില്ല. അങ്ങനെ അനവധി പേര് സങ്കടകരമായ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ലിവറിന്റെ കാര്യത്തിൽ ഒരു കരുതൽ വേണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് മുമ്പ് പറഞ്ഞ തരത്തിലുള്ളവര്, വെയിറ്റ് കൂടുതലുള്ളവര്, കാര്യമായിട്ട് വ്യായാമം ചെയ്യാത്തവര്, അതുപോലെ മോഡേൺ ഫുഡുകൾ കൂടുതൽ കഴിക്കുന്നവര്, അരിയുടെ ആഹാരം കൂടുതൽ കഴിക്കുന്നവര്, ഷുഗർ ഉള്ളവര്, ആവശ്യത്തിന് ഉറക്കം കിട്ടാത്തവര്, വലിയ സ്ട്രെസ് ഉള്ള ആളുകള്, അതുപോലെ ജനറ്റിക്കായിട്ട് മാതാവിനോ പിതാവിനോ രോഗം ഉണ്ടായിരുന്ന ആളുകള്, മരുന്നുകൾ കൂടുതൽ ഉപയോഗിക്കുന്നവര്, ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകള് കരൾ രോഗത്തെ കുറിച്ച് കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. ഫാറ്റി ലിവർ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, ജീവിതശൈലി രോഗമാണ്. ഒരു കാര്യം എൻ്റെ വീഡിയോയിലൊക്കെ ഊന്നി പറയാറുണ്ട്, ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾക്ക് ഒന്നും ഫലപ്രദമായ മരുന്നില്ല. അതുകൊണ്ട് ഫാറ്റി ലിവർ വന്നാലും അത് പൂർണ്ണമായിട്ട് മരുന്നുകൊണ്ട് മാത്രം മാറ്റാൻ സാധ്യമല്ല. അങ്ങനത്തെ ഒരു മരുന്ന് ലോകത്ത് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടില്ല. അതുകൊണ്ടാണ് നൂറുകണക്കിന് ആളുകൾ മോഡേൺ മെഡിസിന്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചിട്ടും പിടിച്ചു നിൽക്കാനാവാതെ മരണത്തിന് കീഴടങ്ങി പോകുന്നത്. ലിവർ പോയാൽ പോയി. ലിവറിലെ സെല്ലുകൾ വീണ്ടും പഴയ പോലെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമല്ല. മോഡേൺ മെഡിസിൻ ആകെ ചെയ്യാവുന്നത് കരൾ മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. അത് വളരെ കോസ്റ്റ്ലിയാണ്, സാധാരണക്കാർക്കൊന്നും താങ്ങാൻ വയ്യാത്തതാണ്. അഥവാ ഇനി പണം ഉണ്ടാക്കിയത് മാറ്റി വെച്ചാൽ തന്നെ അത് നമുക്ക് വലിയ ലോങ് ലൈഫ് കിട്ടിക്കൊള്ളുന്നില്ല. പിന്നെയുള്ള ജീവിതം തന്നെ ജീവിച്ചിരിക്കണു എന്ന് പറയാമെന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് കരൾ പോകാൻ നോക്കുക, കരളിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഇതാണ് ബുദ്ധിയുള്ള ആളുകൾ ചെയ്യേണ്ടത്. ഇപ്പോൾ പ്രശ്നത്തിന്റെ ഗൗരവം ഏതാണ്ട് നമുക്ക് പിടുത്തം കിട്ടിക്കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഒരു കരൾ രോഗത്തിലേക്ക് പോകാണ്ട് തടയാൻ സാധിക്കുക? അഥവാ ഫാറ്റി ലിവറിലൊക്കെ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കാനുള്ളത്.
തുടക്കത്തിൽ ഞാൻ ഫാറ്റ് ലിവറിന്റെ കാരണങ്ങൾ പറഞ്ഞു. ഈ കാരണങ്ങൾ ഇല്ലാതെയാക്കുകയാണ് കാര്യത്തെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല മരുന്ന്. അതിന് വേണ്ടത് ഒന്ന്, നമുക്ക് ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു മാസം കൊണ്ട് 5 കിലോ കുറച്ചു 10 കിലോ കുറച്ചു എന്ന പരസ്യം കൊണ്ടുപോയി നമ്മൾ ചാടി വീണ് കഴിഞ്ഞാൽ ഉള്ള കരളും കൂടി ഇല്ലാതെയാവും. പലപ്പോഴും സ്റ്റിറോയിഡുകളും അതുപോലെ ആന്റിബയോട്ടിക്സുകളും അതുപോലെ കെമിക്കൽസിലൊക്കെയാണ് ഈ പെട്ടെന്നുള്ള വെയിറ്റ് കുറയലിന് ഉപയോഗിക്കുന്നത്. ഈ ഭാരം കൂടി അവസാനം ദുർബലമായ ലിവർ നേരിടേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള മാർഗത്തിലൂടെ വേണം വെയിറ്റ് കുറയ്ക്കാമെന്ന് പറയാൻ കാരണം. രണ്ടാമത്, ബ്ലഡിലെ ഉയർന്ന തോതിലുള്ള ഷുഗറും ഉയർന്ന തോതിലുള്ള ഇൻസുലിനുമാണ്. അതും നാച്ചുറൽ ആയിട്ടുള്ള മാർഗത്തിലൂടെ കുറയ്ക്കണം. ശരിയായ ഡയറ്റിലൂടെയും ശരിയായ എക്സസൈസിലൂടെയും നമ്മുടെ ബ്ലഡിലെ ഷുഗറിനെ കുറച്ചുകൊണ്ടുവരണം. ഗുളിക കഴിച്ചോ ഇൻസുലിൻ എടുത്തോ ചെയ്തു കഴിഞ്ഞാലും ഈ പറഞ്ഞ പ്രയോജനം ഉണ്ടായിക്കൊള്ളുന്നില്ല. മൂന്നാമത്, ആഹാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ ലിവറിനെയും കിഡ്നിയും ഒക്കെ നശിപ്പിക്കുന്ന തരത്തിൽ കളർ ചേർത്തിട്ടുള്ളത്, സ്മെല്ല് ചേർത്തിട്ടുള്ളത്, ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി രാസവസ്തുക്കൾ ചേർത്തിട്ടുള്ളത്, നേരത്തെ പാകപ്പെടുത്തി വെച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ, ബേക്കറി ഭക്ഷണങ്ങൾ, ജഗ് ഫുഡ്, അതുപോലെ ടിന്നുകളിൽ അടച്ചു വരുന്ന ഫുഡ്, കുപ്പികളിൽ അടച്ചു വരുന്ന പാനീയങ്ങൾ, ഇത്തരം ഫുഡുകളെല്ലാം പരമാവധി നമ്മൾ ഉപേക്ഷിക്കണം. ദിവസവും 1 മണിക്കൂർ ശരീരത്തിന് എല്ലാ അവയവങ്ങൾക്കും ആയാസം കിട്ടുന്ന തരത്തിലുള്ള വ്യായാമങ്ങളിൽ ഏർപ്പെടുക. നടന്നിട്ട് മാത്രം കാര്യമില്ല. നടന്നാൽ നമ്മുടെ ശരീരത്തിന് എല്ലാ ഭാഗത്തിനും വ്യായാമം കിട്ടില്ല. ജിമ്മിൽ പോയാലും ചിലപ്പോൾ ഗുണത്തെക്കാളേറെ ദോഷം ഉണ്ടാക്കാം. നല്ല പരിശീലകരല്ലെങ്കിൽ അമിതമായിട്ടുള്ള എക്സസൈസുകൾ ഫാറ്റി ലിവറിനെ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് ഏറ്റവും യുക്തമായിട്ടുള്ള വ്യായാമം എന്ന് പറയുന്നത് യോഗാസനം തന്നെയാണ്. പ്രാണായാമവും നമ്മളുടെ ലിവറിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കും. ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആക്കാനും അതുപോലെ ലിവറിന് ശരിയായ മസാജ് കിട്ടാനും പ്രാണായാമത്തിലൂടെ സാധിക്കും. മറ്റൊന്ന്, ധാന്യങ്ങളുടെ അളവ് പരമാവധി കുറച്ച് പച്ചക്കറികളും ഇലക്കറികളും പയറുവർഗ്ഗങ്ങളും പഴങ്ങളുമൊക്കെ ആഹാരത്തിൽ വർദ്ധിപ്പിക്കുക. അരി കഴിക്കുകയാണെങ്കിൽ തന്നെ തവിടുള്ള അരി മാത്രം ഉപയോഗിക്കുക. ധാന്യങ്ങളിൽ ഏറ്റവും ബദ്ധ്യമായിട്ടുള്ളത് മില്ലറ്റുകളാണ്. വിറ്റാമിൻ ഡിയുടെ കുറവ് ഫാറ്റി ലിവറിനെ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് ദിവസവും നമ്മൾ അരമണിക്കൂറെങ്കിലും വെയിൽ കൊള്ളേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വെള്ളം കുടി കുറഞ്ഞാലും രോഗം വർദ്ധിക്കും. അതുകൊണ്ട് ദിവസവും നമ്മൾ 2-3 ലിറ്റർ വെള്ളം കുടിക്കണം പല തവണയായിട്ട്. ആൽക്കലി ഫുഡ് കൂട്ടുകയും അസിഡിറ്റി ഫുഡ് കുറയ്ക്കുകയുമാണ് ലിവറിന് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ആൽക്കലി ഫുഡാണ് ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള പച്ചക്കറികളും പഴങ്ങളും ഇലക്കറികളും എല്ലാം ആൽക്കലി ഫുഡുകളാണ്. ബേക്കറി ഭക്ഷണങ്ങളും അതുപോലെ പറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം അസിഡിറ്റി ഫുഡാണ്. ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ നമ്മളെ ലിവറിനെ ശക്തമാക്കുന്ന 100 കണക്കിന് മരുന്നുകൾ കൊണ്ടുള്ള ഘോഷയാത്രയാണ്. ഈ പല മരുന്നുകളും നമ്മുടെ ലിവറിന്റെ ഉള്ള ശക്തി കൂടി ഇല്ലാതെ പ്രിസർവേറ്റീവ്സ് ചേർത്തുള്ള കഷായങ്ങൾ ലിവറിന് നല്ലതല്ലെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ പല ഒറ്റമൂലികളും പല പച്ചമരുന്നുകളും ലിവറിന്റെ ശേഷി ഇല്ലാതെയാക്കും. അതുകൊണ്ട് അത്തരം മരുന്നുകളിലേക്ക് പോകാതിരിക്കുകയാണ് നല്ലത്. പരമ്പരാഗതമായിട്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചു വരുന്ന 1-2 മരുന്നുകളെ കുറിച്ച് ഞാൻ പറയാം. ഒന്ന് കീഴാർനെല്ലിയാണ്. 3-4 കീഴാർനെല്ലി പറിച്ച് അത് പശുവിന്റെ കറന്നെടുത്ത പാലില്, തണുപ്പിച്ചു വെച്ച പാലല്ല, പച്ചപ്പാലില് അരച്ച് വെറും വയറ്റിൽ കഴിക്കുകയാണ് ഒരു രീതി. മാക്സിമം 5 ദിവസം മാത്രമേ കഴിക്കാവുള്ളൂ. 6ാമത്തെ ദിവസം കഴിക്കാൻ പാടില്ല. ഫാറ്റി ലിവർ കൂടി 2 കഴിഞ്ഞ് 3ാമത്തെ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞ ആളുകളാണെങ്കിൽ വൊമിറ്റ് ചെയ്യും. അങ്ങനെ ഛർദ്ദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മരുന്ന് കഴിക്കരുത്, ആ മരുന്ന് നിർത്തണം. അതുപോലെ 2 തുള്ളി മരുന്ന് പൊക്കിളിൽ ഒഴിക്കുന്നതും ശരീരത്തിൽ മുഴുവൻ അതിന്റെ ഔഷധ ഗുണം വ്യാപിക്കാൻ നല്ലതാണെന്ന് പറയുന്നു. മറ്റൊന്ന് നിലംപരണ്ടയാണ്. നിലംപരണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിലൂടെ പരന്നു പോകുന്ന വട്ടത്തിലെ ഇലയുള്ള ചെറിയൊരു ചെടിയാണ്. ഒരു നിരുപദ്രവമായിട്ടുള്ള ശരീരം ദോഷമൊന്നും ചെയ്യാത്തൊരു ചെടിയാണത്. അത് പറിച്ചിട്ട് ഒരു 8-10 ഗ്രാം പറിച്ച് വൃത്തിയാക്കി കഴുകി കഞ്ഞിയിലിട്ട് വേവിച്ചിട്ട് അത് പിഴിഞ്ഞൊഴിച്ച കഞ്ഞി കുടിക്കലാണ് മറ്റൊരു പരിഹാരം. അതും 15 ദിവസത്തിനുള്ളിൽ കഴിക്കാൻ പാടില്ല. ഇതിങ്ങനെ 3-4 മാസം റിപ്പീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു പരിധി വരെ ഫാറ്റ് ലിവർ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മരുന്നൊന്നും ഇല്ലാതെ തന്നെ ശരിയായ ഡയറ്റിലൂടെയും ശരിയായ എക്സസൈസിലൂടെയും ശരിയായ ബ്രീത്തിങ്ങിലൂടെയും നമുക്ക് ഈ ഫാറ്റി ലിവറിനെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. പൂർണ്ണമായിട്ട് ഇല്ലാതെയാക്കാൻ സാധിക്കും. നേച്ചർ ലൈഫില് പരമാവധി മരുന്നുകൾ കഴിപ്പിക്കാതെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തിയിട്ടാണ് ഇത്തരം ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ നമ്മൾ കുറയ്ക്കുകയും മാറ്റുകയും ചെയ്തിരിക്കുന്നത്. ഈ രീതിയാണ് മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്ററും പിന്തുടർന്നു വരണത്. അതുകൊണ്ട് ഫാറ്റി ലിവർ ഉള്ളവർക്ക് സുരക്ഷിതമായി കഴിക്കാൻ പറ്റിയ നവധാന്യങ്ങള് ചാമ, തിന, റാഗി തുടങ്ങിയ 9 മില്ലറ്റുകളും
മുളപ്പിച്ച ചെറുപയറും മുതിരിയും ഒക്കെ ചേർന്നിട്ടുള്ള കഞ്ഞി മിക്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓവർ വെയിറ്റും ഫാറ്റി ലിവറും കുറയ്ക്കാൻ പറ്റിയ സ്മൂത്തിയും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ ഫാറ്റി ലിവർ ഉള്ളവർക്ക് ശരിയായ ഡയറ്റും ശരിയായ എക്സസൈസും ശരിയായ ബ്രീത്തിങ്ങും ഒക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഓൺലൈൻ കോഴ്സ് നടത്തി വരുന്നുണ്ട്. ധാരാളം പേര് ഈ കോഴ്സിൽ പങ്കെടുത്ത് വളരെ ഫലപ്രദമായിട്ട് അവരുടെ ഫാറ്റി ലിവർ കുറച്ച് സുഖ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. നിങ്ങൾക്കിത് സാധിക്കുമെന്ന് എനിക്ക് പറയാനുള്ളത്.